നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസികളുടെ സ്വപ്ന നഗരമായ UK-യിലേക്ക് പുതിയ കുടിയേറ്റ നിയമം വരികയാണ്. ഇത് മലയാളികൾക്ക് ഒരു ശുഭപ്രതീക്ഷ തന്നെ ആയി മാറുകയാണ്. യൂറോപ്യൻ യൂണിയൻ വിട്ട ബ്രിട്ടൻ മികവും നൈപുണ്യവും അടിസ്ഥാനമാക്കിയുള്ള പുതിയ കുടിയേറ്റ നിയമം നടപ്പാക്കാൻ പോവുകയാണ്. 2021 ജനുവരി 1 പ്രാബല്യത്തിൽ വരുന്ന പുതിയ സംവിധാനത്തിൽ കൃത്യമായ മാനദണ്ഡം അടിസ്ഥാനമാക്കിയുള്ള നിശ്ചിത പോയിന്റ് നേടുന്നവർക്കേ വിസ അനുവദിക്കുകയും ചെയ്യുകയുള്ളൂ. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ളവർക്കും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും തുല്യ പരിഗണന ലഭിക്കും. ജോലിയിലെ പ്രാവീണ്യം, യോഗ്യത, ശമ്പളം എന്നിവ അനുസരിച്ചാണ് പോയിന്റ്. ഇംഗ്ലീഷ് ഭാഷ നിർബന്ധമായും അറിയണം. കുറഞ്ഞ വാർഷിക ശമ്പളം എന്നത് 27,600 പൗണ്ട്, അതായത് ഏകദേശം 23.5 ലക്ഷം രൂപ. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള പ്രത്യേക പ്രാവീണ്യം വേണ്ടാത്ത സാധാരണ ജോലിക്കാരുടെ എണ്ണം 10,000-ആയി പരിമിതപ്പെടുത്തുകയും ചെയ്യും. ഇതനുസരിച്ച് 2004 ശേഷം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടനിൽ കുടിയേറിയവരിൽ 70% പേരും പുതിയ നിബന്ധനകൾ അനുസരിച്ച് വിസയ്ക്ക് യോഗ്യതരല്ലാതാകും. അതോടൊപ്പം തന്നെ ഓരോ വർഷവും അനുവദിക്കുന്ന വിസയുടെ എണ്ണം വ്യക്തമാക്കിയിട്ടില്ല. പ്രത്യേക മേഖലകളിൽ നിപുണരായ ഇന്ത്യക്കാരായ അപേക്ഷകർക്ക് ഇതേറെ ഗുണകരമാകുമെന്ന് കരുതപ്പെടുകയും ചെയ്യുന്നു. വിദ്യാർത്ഥികൾക്കും പുതിയ പോയിന്റ് സംവിധാനം ബാധകമായിരിക്കും. ബ്രിട്ടനിലെ ഏതെങ്കിലും അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവേശനം ലഭിച്ചതിന്റെ രേഖ, പഠന ചെലവ് വഹിക്കാനാവുമെന്നതിന്റെ രേഖ, ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം എന്നിവ സ്റ്റുഡന്റ് വിസയ്ക്കും നിർബന്ധം. ഓരോ മേഖലയിലും പ്രഗത്ഭരായ ജോലിക്കാരെ ബ്രിട്ടനിലേക്ക് ആകർഷിച്ച് സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് പുതിയ സംവിധാനം കൊണ്ടുവരുന്നതെന്ന് ആഭ്യന്തര സെക്രട്ടറി പ്രീതി പട്ടേൽ നയരേഖയിൽ പറയുന്നു. ഓരോ മേഖലയിലും നൈപുണ്യം നേടിയവർക്ക് മാത്രമേ ഇനി വിസ അനുവദിക്കുകയുള്ളൂ. 3 കാര്യങ്ങൾ നിർബന്ധമാണ്. 70 പോയിന്റ് എന്ന കടമ്പയും ഓർക്കുക. വിസ അപേക്ഷിക്കുമ്പോൾ ഇനി പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും കേട്ടുകൊള്ളണം. അംഗീകൃത സ്പോൺസറിൽ നിന്നുള്ള ജോലി വാഗ്ദാനം, കഴിവിനനുസൃതമായ ജോലി, ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം. ഇതുകൂടാതെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത, ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന മേഖലയിലെ ശമ്പള നിലവാരം, ആ മേഖലയിൽ ജോലിക്കാരുടെ കുറവ് എന്നിവയിൽ നിശ്ചിത മാനദണ്ഡമനുസരിച്ചുള്ള കുറഞ്ഞത് 70 പോയിന്റ് എങ്കിലും നേടുകയും വേണം. പോയിന്റുകൾക്ക് താഴെ പറയും വിധം നിങ്ങൾ ഓർത്തുകൊള്ളുക. സ്പോൺസറുടെ ജോലി വാഗ്ദാനം 20 പോയിന്റ്, നൈപുണ്യത്തിന് അനുസൃതമായ ജോലി 20, ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് 10. ഇവ 3 നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ ശമ്പളം നിലവിലുള്ള നിലവാരത്തിന് മുകളിൽ 30,000 പൗണ്ട് അല്ലെങ്കിൽ 27,600 പൗണ്ടിൽ കൂടുതൽ വേണം. ഇതിന് 20 പോയിന്റ് ആണ്. അതോടൊപ്പം തന്നെ 10% വരെ കുറവെങ്കിൽ 10, അതായത് 10ൽ 20% കുറവെങ്കിൽ 0 പോയിന്റ്. ജോലിക്കാരുടെ ക്ഷാമമുള്ള മേഖലകളാണെങ്കിൽ 20 പോയിന്റ്. ജോലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ PhD ആണെങ്കിൽ 10 പോയിന്റ്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് PhD 20 പോയിന്റ്. പ്രായം, ജോലി പരിചയം തുടങ്ങിയ ഉൾപ്പെടുത്തി സംവിധാനം പിന്നീട് വിപുലമാക്കുമെന്നും നയരേഖയിൽ പറയുന്നുണ്ട്. മികച്ച ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും ബ്രിട്ടനിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായുള്ള ഗ്ലോബൽ ടാലന്റ് സ്കീം നാളെ പ്രാബല്യത്തിൽ വരും. ഇതിന്റെ നിബന്ധനകൾ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ളവർക്കും ബാധകമായിരിക്കും. അതോടൊപ്പം തന്നെ ഇത് പ്രവാസി മലയാളികൾക്കും കൂടുതൽ സുഗമമാകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.